തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional. Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 916. Mobile 9037 917 916. വാർത്തകൾ വിശദമായി. ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതുമൂലം തിരൂരങ്ങാടി സബ് RTO ഓഫീസിന് കീഴിലെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന മന്ദഗതിയിൽ. കഴിഞ്ഞ തിങ്കളാഴ്ച ജീവനക്കാർ ഇല്ലാത്തതുമൂലം പൂർണ്ണമായും ഫിറ്റ്നസ് പരിശോധന നിർത്തിവച്ചിരുന്നു. ഒരു AMVAയ്ക്ക് 50 വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയാണ് നടത്താനാകുക. സബ് RTO ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതിനാൽ തന്നെ മറ്റു വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന മുടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. VK പടി അരിത്തോട് വെച്ച് രാവിലെ തുടങ്ങിയ ഫിറ്റ്നസ് പരിശോധനയിൽ നിരവധി വാഹനങ്ങളാണ് എത്തിയിരുന്നത്. ഇതിൽ 50 വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി. എന്നാൽ ബാക്കി വന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തത് മൂലം മുടങ്ങുകയായിരുന്നു. തിരൂരങ്ങാടി നഗരസഭയുടെ ഹരിതകർമ്മസേനയുടെ മാലിന്യം കൊണ്ടുപോകുന്ന വാഹനവും ഫിറ്റ്നസ് പരിശോധിക്കാൻ ആളില്ലാത്തതിനാൽ മടക്കിയെന്നാരോപിച്ച് ജീവനക്കാർ പരാതി ബോധിപ്പിക്കുവാൻ സബ് RTO ഓഫീസിൽ എത്തിയിരുന്നു. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാലും ഒരു AMVAയ്ക്ക് 50 വാഹനം പരിശോധിക്കാനുള്ള അനുമതി ഉള്ളൂ എന്നും ശേഷിക്കുന്ന 50 വാഹനങ്ങൾ പുതുതായി എത്തിയ AMVA പരിശോധിക്കുമെന്നും അറിയിച്ചതോടെയാണ് ഇവർ മടങ്ങിയത്. ഈ സാധനം നമുക്ക് ഇന്ന വിഷയങ്ങളാണോ എടുക്കാൻ പറ്റാത്തത് നമ്മൾ സർക്കാർ തലത്തിൽ റിപ്പോർട്ട് ചെയ്യണോ? അതാണ് ചോദിക്കാൻ വന്നത്. നമുക്ക് ഇന്ന കാരണം ഇത് കണക്ക് നമ്മൾ അതിന്റെ എല്ലാ പണിയും കഴിച്ച് വന്നാണ്. ആ പാസ്സായില്ലാതെ നോക്കാതെ വന്ന ആളുകൾ തിരിച്ചുപോയി ഹലോ ഫിറ്റ്നസ് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്തായാലും വരും ആര് വരും ആരോട് നിൽക്കാൻ പറയും. പോയി നിന്നില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർ വരുമ്പോൾ നിങ്ങളെ പിന്നെ കിട്ടാം. നിങ്ങൾ ഇത് ഓടി ഇവിടെ വരാം. പുതിയൊരാൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ അദ്ദേഹം നോക്കാൻ നിന്നപ്പോൾ നോക്കണ്ടെന്ന് പറഞ്ഞു സാറേ. അദ്ദേഹം നോക്കാൻ നിന്നപ്പോൾ തൽക്കാലം പരിഹരിക്കാം. മറ്റേ നമുക്ക് കാര്യം ആലോചിക്കാം. ഏത് ആളോട് നിങ്ങൾ ആദ്യം ഇത് പോയിട്ട് അവിടെ പുതിയൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട്. അയാൾ വീണ്ടും വരും. അയാളോട് വിളിച്ച് പറയാം. സർക്കാർ വേണ്ടിയില്ല. ഇതിനു പിന്നാലെ CITU തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് C. ഇബ്രാഹിം കുട്ടിയും പരാതിയുമായി രംഗത്തെത്തി. വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന മുടങ്ങുന്നതിൽ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം സബ് RTO ഓഫീസിൽ എത്തിയത്. തിങ്കളാഴ്ച ഫിറ്റ്നസ് എടുക്കാൻ പറ്റാത്ത ചില വാഹനങ്ങൾ കൂടി ഇന്നലെ വന്നതോടെ ഒരു AMVA മാത്രമായതുകൊണ്ട് നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. തുടർന്ന് ഡ്രൈവർമാർ CITU തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് C. ഇബ്രാഹിം കുട്ടി വിളിച്ച് പരാതി പറഞ്ഞതിനെ തുടർന്ന് C. ഇബ്രാഹിം കുട്ടിയും CITU മോട്ടോർ തൊഴിലാളി യൂണിയൻ തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറി T. നൌഷാദ്, ഏരിയ കമ്മിറ്റി മെമ്പർ K. ഫാസിൽ എന്നിവരുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി ജോയിന്റ് RTOയെ നേരിൽ ടാക്സി ഡ്രൈവർമാരുടെ പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തി. ഫിറ്റ്നസ് പരിശോധന പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഓൺലൈൻ വഴി 80 വാഹനങ്ങൾ ഒരു ദിവസം ഫിറ്റ്നസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും എന്ത് അർത്ഥമാണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ദിവസം പരിഹരിക്കാന്ന് നമുക്ക് 2 ഉദ്യോഗസ്ഥരുണ്ട്, ഒരു 2 MP ഇപ്പൊ നിലവിലുണ്ട്. അവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്. എനിവേ ആ 2 പേരെ കൊണ്ട് മാക്സിമം സർക്കാർ പറഞ്ഞിരുന്ന 100 വണ്ടി അവരെ പണിയാൻ പറ്റും. അതല്ല സാർ, ഇന്നലെ പറഞ്ഞിട്ട് അതല്ല അപ്പൊ എത്ര ഉണ്ട് സാർ? പിന്നെ തിരിച്ചയച്ചു തിരിച്ചയച്ചെന്ന് പറയുന്നത് കാരണം സാർ പറഞ്ഞു ഒരു MP അവിടെ ഉണ്ടായിരുന്നു, ഒരു AMV സമീത് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം നോക്കാൻ എൻഫോഴ്സ്മെന്റ് ഷെഫീഖ് സാറാ വന്നുള്ളത്. പരാതി പറയാൻ വേണ്ടി വന്നു. അപ്പോഴേക്കും ആൾ അവിടെ എത്തി.
ഇതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്ന് ഒരു MVIനെയും AMVIയെയും താൽക്കാലികമായി നിയമിച്ച് ഫിറ്റ്നസ് പരിശോധന പൂർത്തീകരിച്ചു. പരിശോധനയിൽ അപാകത കണ്ടെത്തിയ വാഹനങ്ങൾ തിരിച്ചയച്ചു. ഫിറ്റ്നസ് കഴിയാറായ വാഹനങ്ങളായിരുന്നു അധികവും. ഇത് മടങ്ങിപ്പോകേണ്ട അവസ്ഥയായിരുന്നു. പലരും ദിവസങ്ങൾക്ക് മുമ്പ് ഫിറ്റ്നസ് പരിശോധനയ്ക്കായി തീയതി എടുത്തവരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.